ഗുഡ് മോർണിംഗ്. മാനേജറിയൽ എക്കണോമിക്സിലത്തെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ്. എൻ്റെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഒരു 15 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓരോ പോയിന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 10 to 12 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അത് എക്സ്ട്രാ വരെ ചോദിക്കാൻ സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ പഠിക്കുമ്പോൾ നിങ്ങൾ ആ മെയിൻ പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ പോലെ. ഇപ്പോൾ സപ്പോസ് പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്, അതായത് ആദ്യത്തെ പോയിന്റ്, അത് മാത്രം പഠിച്ചാൽ പോലെ. എങ്ങനെയാണ് പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡിൽ വേരിയേഷൻ വരുന്നത്. സെക്കൻഡ് നമ്മൾ പഠിച്ചത് ഇൻകം ഓഫ് ദി കൺസ്യൂമേഴ്സ് ആണ്. ഒരു കൺസ്യൂമറിന്റെ ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ ചേഞ്ച് വരുന്നത്. ആ ഒരു റിലേഷൻഷിപ്പും കൂടി പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ പോയിന്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒഴിവാക്കണമെങ്കിൽ വേണമെങ്കിൽ ലാസ്റ്റത്തെ പോയിന്റ്സ് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞ പോയിന്റ്സ് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോയിന്റിനോട് റിലേഷൻഷിപ്പ് ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. അതിന്റെ വേറൊരു പേരാണ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. ദ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓൺലി ആൻഡ് അതർ ഫാക്ടേഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് കോൾഡ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. അതായത് എന്റെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ ചേഞ്ച് വന്നതിന് ആകെ ഒരു കാരണമുള്ളൂ. അതിന്റെ കാരണം എന്താണ്? പ്രൈസിൽ ചേഞ്ച് വന്നത് കൊണ്ടാണ് എന്റെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ചേഞ്ച് ചെയ്തതെന്ന് വെച്ചാല്, ബാക്കി നമ്മൾ ഇന്നലെ പഠിച്ച 15 ഫാക്ടേഴ്സിലെ ഒരു ഫാക്ടർ മാത്രം ചേഞ്ച് ചെയ്ത് ബാക്കി 14 ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യാണ്ട് കിടക്കണു. അങ്ങനെ പ്രൈസിൽ ചേഞ്ച് വന്നത് കൊണ്ട് എന്റെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ചേഞ്ച് ആയാല് അതിനെ വിളിക്കുന്ന പേരാണ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. ദ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു change in price only and other factors remain constant is called movement along the demand curve. Movement along the demand curve may be extension or expansion of demand or and contraction of demand. ഈ movement along the demand curve രണ്ട് ടൈപ്പ് ആവാം. ഒന്നല്ലെങ്കിൽ extension of demand അല്ലെങ്കിൽ contraction of demand. extension of demandന്റെ വേറൊരു പേരാണ് expansion of demand. ഓക്കെ, അപ്പൊ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ പഠിച്ചു? എന്റെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിൽ ചേഞ്ച് വന്നു. ആ ചേഞ്ച് വന്നതിന്റെ റീസൺ എന്ത് മാത്രമാണ്? പ്രൈസിൽ ചേഞ്ച് വന്നത് കൊണ്ട് മാത്രം എന്റെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിലും ചേഞ്ച് വന്നു. അതാണ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് വിളിക്കുന്നത്. ആ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് മേ ബി ടു ടൈപ്പ്, ദാറ്റ് ഈസ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അതിൽ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡിന്റെ വേറൊരു പേരാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫോൾ ഇൻ പ്രൈസ് ഈസ് കോൾഡ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. അതിൽ എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ എന്റെ ഡിമാൻഡ് കൂടി. ആ ഡിമാൻഡ് കൂടിയതിന്റെ കാരണം ഫോൾ ഇൻ പ്രൈസ് ആണ്. പ്രൈസ് കുറഞ്ഞത് കൊണ്ട് എന്റെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടി. നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പഠിച്ചിട്ടുണ്ട്, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുമെന്ന്. അങ്ങനെ പ്രൈസ് കുറഞ്ഞത് കൊണ്ട് ഡിമാൻഡ് കൂടിയാൽ അതിന് വിളിക്കുന്ന പേരാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഡിമാൻഡിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡിൽ ചേഞ്ച് ചെയ്യേണ്ട റീസൺ പ്രൈസിൽ ചേഞ്ച് വന്നത് കൊണ്ടാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് മൂവ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ് എന്ന് നമ്മൾ പഠിച്ചു. ആ മൂവ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ് രണ്ട് തരത്തിലുണ്ട്, എക്സ്റ്റൻഷനും ഉണ്ട്, കോൺട്രാക്ഷനും ഉണ്ട്. അപ്പോൾ ഈ ഡിമാൻഡിൽ ചേഞ്ച് വന്നു. ആ ചേഞ്ച് എന്താണ്? ഇൻക്രീസ് ആണ്. ഡിമാൻഡ് കൂടി, അതാണ് ചേഞ്ച്. ആ കൂടിയതിന്റെ കാരണം പ്രൈസ് കുറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫോൾ ഇൻ പ്രൈസ് ഈസ് കോൾഡ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു റൈസ് ഇൻ പ്രൈസ് ഈസ് കോൾഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അപ്പൊ എക്സ്റ്റൻഷൻ പഠിച്ചാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. കാരണം അവിടെ എന്താണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡിന്റെ മീനിങ് എന്താണ്? ഡിമാൻഡ് കുറഞ്ഞു. ആ ഡിമാൻഡ് കുറഞ്ഞു, അതായത് ഡിമാൻഡിൽ ചേഞ്ച് വന്നു. എന്ത് ചേഞ്ചാ വന്നിട്ടുണ്ട്? ഡിമാൻഡ് കുറഞ്ഞു. ആ ഡിമാൻഡ് കുറയാനുള്ള കാരണം എന്താണ്? പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രൈസ് കൂടിയത് കൊണ്ടാണ് ഡിമാൻഡ് കുറഞ്ഞെന്ന് വെച്ചാല് ദാറ്റ് ഈസ് കോൾഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഓക്കെ,
അപ്പൊ മൂവ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ് എന്ന് വെച്ചാല് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഡിമാൻഡിൽ ചേഞ്ച് വന്നത് പ്രൈസിൽ ചേഞ്ച് വന്നത് കൊണ്ടാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് മൂവ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് 2 ടൈപ്സ് ഉണ്ട്. എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് ഉണ്ട്, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഉണ്ട്. എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടി, ആ കൂടിയതിന്റെ കാരണം പ്രൈസ് കുറഞ്ഞതാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് ഓർ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. രണ്ടും ഒന്ന് തന്നെയാണ്. ദെൻ ഡിമാൻഡ് കുറഞ്ഞു, ആ ഡിമാൻഡ് കുറഞ്ഞതിന്റെ കാരണം പ്രൈസ് കൂടിയതാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ബോത്ത് ദീസ് റിസൾട്ട് ഇൻ മൂവ്മെന്റ് ഓൺ ദി സെയിം ഡിമാൻഡ് കർവ്. ഇനി അത് ഈ ചേഞ്ചസ്, അതായത് എക്സ്റ്റൻഷൻ ആയാലും കോൺട്രാക്ഷൻ ആയാലും സെയിം ഡിമാൻഡ് കർവ്, നമ്മൾ അടുത്ത സ്ലൈഡിൽ അതിന്റെ ഗ്രാഫ് പഠിക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാവും. തൽക്കാലം ഇത്രയ്ക്ക് മനസ്സിലാക്കുക. ഈ അപ്വേർഡ് എക്സ്റ്റൻഷൻ ആയാലും കോൺട്രാക്ഷൻ ആയാലും അത് ഒരേ ഡിമാൻഡ് കർവിൽ തന്നെയാണ് മാറ്റങ്ങൾ വരുന്നത്. വേറൊരു ഡിമാൻഡ് കർവ് നമ്മൾ ഉണ്ടാക്കണില്ല. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പൊ മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവിന്റെ വേറൊരു പേരാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പൊ ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിലെ വേറൊരു പേരാണ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ്. 2 ടൈപ്പ് ഉണ്ട്, എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും. ഡിമാൻഡ് കൂടി, അതിനുള്ള റീസൺ പ്രൈസ് കുറഞ്ഞു, അതിന് വിളിക്കുന്ന പേരാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. ദെൻ ഡിമാൻഡ് കുറഞ്ഞു, അതിനുള്ള റീസൺ എന്ന് പറയുന്നത് പ്രൈസ് കൂടിയതാണ്, അതിന് വിളിക്കുന്ന പേരാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഇനി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഒരെണ്ണം വരച്ചു നമ്മൾ. ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. DD ആണ് നമ്മുടെ ഡിമാൻഡ് കർവ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിലെ അറ്റ് OP പ്രൈസ് OQ ക്വാണ്ടിറ്റി ഈസ് ഡിമാൻഡഡ്. OP ഇതാണ് OP പ്രൈസ്, Oയും Pയും. ഇതിലാണ് നമ്മൾ പ്രൈസ് എടുത്തേക്കുന്നത്, എക്സ് ആക്സിസിലാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എടുത്തേക്കുന്നത്. അപ്പൊ OP പ്രൈസിൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി വിൽക്കുന്നുണ്ട്? OQ ക്വാണ്ടിറ്റി വിൽക്കുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ സാധാരണ കേസ്, ആദ്യത്തെ കേസായിട്ട് എടുക്കേണ്ടത് അതാണ്. അറ്റ് OP പ്രൈസ് OQ ക്വാണ്ടിറ്റി ഈസ് ഡിമാൻഡഡ്. വെൻ പ്രൈസ് ഫാൾ ടു OP2. ഈ പിയിൽ നിന്ന് P2 ആയിട്ട് പ്രൈസ് കുറഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഇത്രയും നാളും പ്രൈസിലാണ് വിറ്റിരുന്നത്, അത് P2 ആയിട്ട് കുറഞ്ഞാൽ അപ്പൊ നമ്മുടെ ക്വാണ്ടിറ്റി എന്തായി മാറി? ഇതിന്റെ ലെവൽ നോക്കി നോക്കിയേ, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. ഈ പിയിൽ നിന്നൊരു ലൈൻ ഈ ഡിമാൻഡ് കർവിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് ക്വാണ്ടിറ്റിയാണ് നമ്മൾ വിൽക്കണത്. അപ്പൊ എന്തായി? പ്രൈസ് കുറഞ്ഞപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. വെൻ പ്രൈസ് ഫോൾ ടു OP2, ഡിമാൻഡ് ഇൻക്രീസ്ഡ് ടു OQ2. അപ്പൊ നമ്മുടെ പ്രൈസ് പിയിൽ നിന്ന് P2ലേക്ക് കുറഞ്ഞപ്പോ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂവിൽ നിന്ന് Q2ലേക്ക് കൂടി. ദിസ് ഡൗൺവേർഡ് മൂവ്മെന്റ് ഇൻഡിക്കേറ്റ് ദി എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയില്ലേ, ആ ഡൗൺവേർഡ് മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടി, അതിനുള്ള കാരണം പ്രൈസ് കുറഞ്ഞതാണ്. അപ്പൊ അതിനെ വിളിക്കുന്നതാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. നമ്മൾ നേരത്തെ പഠിച്ചു. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ ആദ്യം OP പ്രൈസിലാണ് വിറ്റിരുന്നത്, അപ്പൊ നമുക്ക് OQ ക്വാണ്ടിറ്റി ആണ് ചെലവായിരുന്നത്. ദെൻ P എന്നുള്ളത് P2 ആയിട്ട് പ്രൈസ് കുറഞ്ഞപ്പോ പുതിയ പ്രൈസ് എന്ന് പറയുന്നത് OP2 ആണ്. ആ OP2ലേക്ക് കുറഞ്ഞപ്പോ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് OQ2 ആയിട്ട് കൂടി. അപ്പൊ ഈ A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് C എന്ന് പറഞ്ഞ പോയിന്റ് ആയിട്ട് മാറി. നമ്മുടെ ഡിമാൻഡ് കർവിന്റെ പോയിന്റ് A നിന്ന് C ആയിട്ട് താഴത്തോട്ട് വന്നു. അതിന് വിളിക്കുന്ന പേരാണ്, ആ ഡൗൺവേർഡ് മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. ഓക്കെ, ഞാൻ നേരെ ഓപ്പോസിറ്റ് നോക്കാം. വെൻ പ്രൈസ് റൈസ് ടു OP1, പിയിൽ നിന്ന് P1 ആയിട്ട് കൂടി എന്ന് വിചാരിക്കുക. നമ്മൾ ഇത്രയും നാളും പ്രൈസിലാണ് വിറ്റിരുന്നത്, അത് നേരത്തെ കുറഞ്ഞ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി കൂടിയ കാര്യം നോക്കി നോക്കാം. OPയിൽ നിന്ന് OP1 ആയിട്ട് കൂടിയെങ്കിൽ എന്തുണ്ടാവും? പിയിൽ നിന്നൊരു കറസ്പോണ്ടിങ് ലൈൻ ആ ഡിമാൻഡ് കർവിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് പുതിയ ക്വാണ്ടിറ്റിയാണ് കിട്ടുക, ദാറ്റ് ഈസ് OQ1. അപ്പൊ അതെന്തായി മാറി? കുറഞ്ഞു. നേരത്തെ OQ ആയിരുന്നു, അത് അതിനേക്കാൾ കുറവാണ് നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡ് വന്നിരിക്കുന്നത്. റീസൺ എന്താണ്? പ്രൈസ് കൂടി. ഇത്രയും നാളെ നമ്മൾ OPയിലാണ് വിറ്റിരുന്നത്, അത് നമ്മൾ OP1 ആയിട്ട് കൂടിയപ്പോ നമ്മുടെ പ്രൈസ് കൂടുമ്പോൾ എന്തുണ്ടാവും? ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. OP പ്രൈസിൽ വിൽക്കുമ്പോൾ നമ്മൾ OQ ക്വാണ്ടിറ്റി വിറ്റിരുന്നു, പക്ഷെ പ്രൈസ് കൂടിയപ്പോൾ അത് എത്രയായിട്ട് കുറഞ്ഞു? OQ1 ആയിട്ട് കുറഞ്ഞു. ദിസ് അപ്വേർഡ് മൂവ്മെന്റ് ഇൻഡിക്കേറ്റ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അപ്പോ ഇത്രയും നാളത്തെ പോയിന്റ് A ആയിരുന്നു, പക്ഷെ പ്രൈസ് കൂടിയപ്പോൾ നമുക്ക് പുതിയൊരു പോയിന്റ് കിട്ടി B, അത് അപ്വേർഡ് മൂവ്മെന്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്.
ഓക്കെ, ഇതാണ് എക്സ്റ്റൻഷന്റെയും കോൺട്രാക്ഷന്റെയും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഒ പി പ്രൈസിന് വിൽക്കുന്ന കാര്യം പറയാം. ഒ പി പ്രൈസിന് വിൽക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയായിരുന്നു? OQ ആയിരുന്നു. അപ്പൊ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പി എന്ന് പറഞ്ഞത് P2 ആയിട്ട് കുറയ്ക്കുക. അപ്പൊ എന്തുണ്ടാവും? നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. OQവിൽ നിന്ന് OQ2 ആയിട്ട് കൂടി. അപ്പൊ നമുക്ക് ഡിമാൻഡ് കർവിൽ പുതിയൊരു പോയിന്റ് കിട്ടി. എയിൽ നിന്ന് C ആയിട്ട് കുറഞ്ഞു. ആ ഡൗൺവേർഡ് മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ OPയിൽ നിന്ന് OP1 ആയിട്ട്, അത് ഒരു കേസ് നമ്മൾ കുറഞ്ഞ കേസ് പഠിച്ചു. അത് കഴിഞ്ഞ് കൂടിയ കേസ്, ഇത്രയും നാളെ നമ്മൾ OPയിലാണ് വിട്ടിരുന്നത്. ആ OP എന്നുള്ളത് OP1 ആയിട്ട് കൂടി എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. അപ്പൊ നമുക്ക് പുതിയൊരു പോയിന്റ് കിട്ടും, B എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ A എന്ന് മാറി B ആയിട്ട് മാറി. അതെന്താണ്? അപ്വേർഡ് മൂവ്മെന്റ് ആണ്. ആ അപ്വേർഡ് മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ടോപ്പിക്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതിന് മീനിങ് ആയിട്ട് പഠിക്കുക. ഈ സ്ലൈഡിൽ നമ്മൾ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ഡിസ്കസ് ചെയ്തു. അത് രണ്ടും കൂടിയിട്ടാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. The change in demand due to change in any other factors other than the price is called shift in demand. നേരത്തെ നമ്മൾ പഠിച്ച എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് എനി ഓഫ് ദി ഫാക്ടേഴ്സ് അതർ ദാൻ ദി പ്രൈസ്. പ്രൈസിൽ ചേഞ്ച് വന്നതുകൊണ്ടല്ല, ബാക്കി ഏതെങ്കിലും ഒരു ഫാക്ടറിൽ ചേഞ്ച് വന്നതുകൊണ്ടാണ് നമ്മുടെ ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ദ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ to the change in any other factors other than the price is called shift in demand. It is also called change in demand. നേരത്തെ നമ്മൾ വേറൊരു പേര് പഠിച്ചത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്നായിരുന്നു, ഇതിന് എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡിന്. പക്ഷെ ഇതിന്റെ പേര് വേറൊരു പേര് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആണ്. The change in any one of the factors other than price shift the entire demand curve. അങ്ങനെ നമ്മൾ ഒരു ഫാക്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ മൊത്തം ഡിമാൻഡ് കർവിനെ നമുക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മൾ ആ ചേഞ്ച് സെയിം ഡിമാൻഡ് കർവിലാണ് ഉണ്ടാവുന്നത് എന്ന് പഠിച്ചു. അതായത് ഈ ഒരു സെയിം ഡിമാൻഡ് കർവിലാണ് നമ്മൾ അതിന്റെ ചേഞ്ചസ് ഉണ്ടാവാന്ന് പഠിച്ചു. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നോക്കുക, ഇവിടെ നമ്മൾ പുതിയൊരു ഡിമാൻഡ് കർവ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ. ഉള്ള ഡിമാൻഡ് കർവിൽ ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് ഒരു പോയിന്റും കിട്ടി, അപ്വേർഡ് മൂവ്മെന്റിൽ വേറൊരു പോയിന്റും കിട്ടി. അതാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഒരേ ഡിമാൻഡ് കർവിൽ തന്നെയാണ് ഈ ചേഞ്ചസ് വന്നത്. പക്ഷെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിൽ അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്താലേ ദ എൻറ്റയർ ഡിമാൻഡ് കർവ് വിൽ ചേഞ്ച്. നമുക്ക് പ്രൈസ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ഫാക്ടറിൽ ചേഞ്ചസ് വന്നത് കൊണ്ട് ഡിമാൻഡിൽ ചേഞ്ച് വരാൻ വിളിക്കുന്ന പേരാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടായാൽ ആ നേരത്തെ നമ്മൾ പഠിച്ചോണം, എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും പഠിച്ചോണം. ഒന്നല്ലെങ്കിൽ സെയിം ഡിമാൻഡ് കർവിന്റെ താഴത്തേക്ക് പോവും, അല്ലെങ്കിൽ സെയിം ഡിമാൻഡ് കർവിന്റെ മുകളിലേക്ക് പോവും. അങ്ങനെയല്ല ഇതിലുണ്ടാവുക. നമ്മൾ എൻറ്റയർ ഡിമാൻഡ് കർവ് ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു ഡിമാൻഡ് കർവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് വരും. അതാണ് പറയുന്നത് ചേഞ്ച് ഇൻ എനി വൺ ഓഫ് ദി ഫാക്ടർ അതർ ദാൻ ദ പ്രൈസ് ഷിഫ്റ്റ് ദി എൻറ്റയർ ഡിമാൻഡ് കർവ്. എ ചേഞ്ച് ഇൻ ഡിമാൻഡ് കർവ് വിൽ ഷിഫ്റ്റ് ദ ഡിമാൻഡ് കർവ് ഐദർ ടു റൈറ്റ് ഓർ ടു ലെഫ്റ്റ്. ഒന്നല്ലെങ്കിൽ മുകളിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോവും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോവും. എ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ഈസ് കോൾഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ഈസ് കോൾഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞോണം, എൻറ്റയർ ഡിമാൻഡ് കർവ് മാറുന്നുണ്ട്. ഓരോ ഡിമാൻഡ് കർവിൽ തന്നെയല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പുതിയ ഡിമാൻഡ് കർവുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നല്ലെങ്കിൽ റൈറ്റിലേക്ക് പോവും, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് പോവും. റൈറ്റിലേക്ക് പോയാൽ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഈസ് കോൾഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആൻഡ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ഈസ് കോൾഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ നേരത്തെ പഠിച്ചാലും ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻക്രീസ് ഇൻ ഡിമാൻഡും ഉണ്ട്, ഡിക്രീസ് ഇൻ ഡിമാൻഡും ഉണ്ട്. അതിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻക്രീസിംഗ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡിക്രീസിംഗ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ്. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് എന്താണ്? നമുക്ക് ഡിമാൻഡിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് വന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് പ്രൈസ് അല്ല, വേറെ ഏതോ ഫാക്ടർ ചേഞ്ച് ചെയ്തത് കൊണ്ട് ഡിമാൻഡിൽ ചേഞ്ച് വന്നാൽ അതിന് വിളിക്കുന്ന പേരാണ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് എന്ന് വിളിക്കുന്നത്. അതും രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻക്രീസിംഗ് ഡിമാൻഡും ഉണ്ട്, ഡിക്രീസിംഗ് ഡിമാൻഡും ഉണ്ട്. ഇൻക്രീസിംഗ് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഷിഫ്റ്റ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണെങ്കിൽ അത് ഇൻക്രീസിംഗ് ഡിമാൻഡ് ആയിരിക്കും. ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഡിക്രീസിംഗ് ഡിമാൻഡ് ആയിരിക്കും. ഓക്കെ,
ഇനി നമുക്കതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നോക്കാനുള്ളത്. നേരത്തെ നമ്മൾ കോൺട്രാക്ഷൻ ആൻഡ് എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും പഠിച്ച പോലെ ഇതിൻ്റെയും ഗ്രാഫ് നമുക്ക് നോക്കണം. ഇതിൽ നോക്കാം, ഡി ഡി ഈസ് ദ ഒറിജിനൽ ഡിമാൻഡ് കർവ്. ഈ ഡി ഡി എന്ന് പറയുന്ന കർവാണ് നമ്മുടെ ഒറിജിനൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇതിൽ കണ്ട പ്രൈസ് നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. നമ്മൾ നേരത്തെ പഠിച്ച എക്സ്റ്റൻഷനിലും കോൺട്രാക്ഷനിലും നമ്മൾ ആദ്യം ഒ പി ആയിരുന്നു, പിന്നെ അത് OP1 ആയിട്ട് കുറഞ്ഞു, പിന്നെ അത് OP2 ആയിട്ട് കുറഞ്ഞു. കാരണം എക്സ്റ്റൻഷനും കോൺട്രാക്ഷനും ഡിമാൻഡ് ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? പ്രൈസിൽ ചേഞ്ച് വരുന്നതാണ് അതിന്റെ കാരണമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ നമ്മൾ എന്താ പഠിച്ചത്? പ്രൈസിൽ ചേഞ്ച് വരാനായിട്ട് പാടില്ല. വേറെ ഏതെങ്കിലും ഒരു ഫാക്ടറിൽ നമ്മൾ പഠിച്ച ബാക്കി 14 ഫാക്ടറിൽ എന്തെങ്കിലും ഒരു ഫാക്ടറിൽ ചേഞ്ച് വന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഡിമാൻഡിൽ ചേഞ്ച് വന്നേക്കുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടില്ലേ, പ്രൈസിൽ യാതൊരു വ്യത്യാസവും ഇല്ല, സെയിം തന്നെയാണ്. ആ പ്രൈസ് വെച്ചിട്ടുള്ള ഡി ഡി ആണ് ഒറിജിനൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. When demand increases and price remains constant, the curve will shift upward, rightward to D2 D2. അങ്ങനെ നമ്മൾ എന്തുണ്ടാവണോ? ഡിമാൻഡ് കൂടണോ, അതായത് ക്യൂവിൽ നിന്ന് Q2 ആയിട്ട് കൂടി. വേറെ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ക്യൂവിൽ നിന്ന് Q2 ആയിട്ട് കൂടി. അപ്പോഴും പ്രൈസ് ഏതന്നെയാണ്? പി തന്നെയാണ്, അതിൽ വ്യത്യാസമില്ല. അപ്പൊ നമുക്ക് എന്തുണ്ടായി? പുതിയൊരു ഡിമാൻഡ് കർവ് വന്നു. ആ ഡിമാൻഡ് കർവിന്റെ പേരാണ് D2 D2. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, വെൻ ഡിമാൻഡ് ഇൻക്രീസസ് ആൻഡ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റന്റ്, the curve will shift rightward or upward. That is called D2 D2. അതിനെ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അങ്ങനെ അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടായാൽ, റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടായാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. നമുക്ക് Q എന്നുള്ളത് Q2 ആയിട്ട് കൂടി, സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. When demand decreases and price remains constant, the curve will shift leftward to D1 D1. It is called decrease in demand. അതേസമയം നോക്കിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു, Q എന്നുള്ളത് Q1 ആയിട്ട് കുറഞ്ഞു, പ്രൈസ് സെയിം ആയിട്ട് നിൽക്കുന്നു. അപ്പൊ നമുക്ക് വേറൊരു ഡിമാൻഡ് കർവാണ് കിട്ടുക. ആ ഡിമാൻഡ് കർവിന്റെ പേരാണ് D1 D1. അത് ഡൗൺവേർഡ് ഷിഫ്റ്റ് ആണ് ഉണ്ടായത്. ആ ഡൗൺവേർഡ് ഷിഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, ഇതാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിന്റെ ഗ്രാഫായിട്ട് വരുന്നത്. ആദ്യം ഡി ഡി വെച്ചിട്ട് ഒരു OP പ്രൈസിൽ Q ക്വാണ്ടിറ്റിയിൽ ഒരു DD ഒറിജിനൽ ഡിമാൻഡ് കർവ് വരയ്ക്കുക. പിന്നെ Q എന്നുള്ളത് Q2 ആയിട്ട് കൂടുമ്പോൾ പ്രൈസ് സെയിം ആയിട്ട് നിലനിന്നാല് നമുക്ക് പുതിയൊരു ഡിമാൻഡ് കർവ് കിട്ടും. ദാറ്റ് ഈസ് D2 D2. അപ്പൊ നമുക്കത് ഉണ്ടായി അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി, അല്ലെങ്കിൽ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ Q എന്നുള്ളത് Q1 ആയിട്ട് കുറഞ്ഞു, പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് എന്തുണ്ടായി? വേറൊരു പുതിയൊരു ഡിമാൻഡ് കർവ് കിട്ടി. അതാണ് D1 D1 എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ, അത് ഡൗൺവേർഡ് ഷിഫ്റ്റ് ആണ് അല്ലെങ്കിൽ ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് കർവ്. അപ്പൊ ഇതാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ പഠിക്കുമ്പോൾ നേരത്തെ സ്ലൈഡ് മീനിങ് ആയിട്ട് പഠിക്കുക, ഇത് അതിന്റെ ഗ്രാഫായിട്ടും പഠിക്കുക. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ഉദ്ദേശിക്കുന്നത് ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടായതിന്റെ റീസൺ എന്താണ്? പ്രൈസ് കൂടിയതോ കുറഞ്ഞതോ അല്ല, പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിന്ന് വേറെ ഏതെങ്കിലും ഒരു ഫാക്ടർ ചേഞ്ച് ചെയ്തത് കൊണ്ട് ഡിമാൻഡിൽ ചേഞ്ച് വന്നു. അങ്ങനെ കൂടിയാൽ അത് ഇൻക്രീസിങ് ഡിമാൻഡായി, കുറഞ്ഞാൽ അത് ഡിക്രീസിങ് ഡിമാൻഡായിട്ട് മാറും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കമ്പാരിസൺ ആണ്. നമ്മൾ ഇന്ന് പഠിച്ച രണ്ട് കേസുകളും, മൂവ്മെന്റും അതുപോലെ ഷിഫ്റ്റും പഠിച്ചു. അതിന്റെ ജസ്റ്റ് ഒരു കമ്പാരിസൺ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതൊരു ഡിഫറൻസ് ബിറ്റ്വീൻ മൂവ്മെന്റ് ഓഫ് ഡിമാൻഡ് കർവ് ആൻഡ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവ് എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ അതിന്റെ മീനിങ് ഒക്കെ എഴുതിയിട്ട് ഇതുപോലെ ഒരു ടേബിളും കൂടി എഴുതി കുറച്ചും കൂടി അപ്പീലിംഗ്. അപ്പൊ നമുക്ക് നോക്കാം മൂവ്മെന്റ് എന്ന ഡിഫറൻസ് നോക്കാം. ആദ്യത്തെ മൂവ്മെന്റ് ആണ് ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ചേഞ്ച്. ഷിഫ്റ്റ് ഒക്കേഴ്സ് വെൻ ദർ ആർ ചേഞ്ചസ് ഇൻ അതർ ഫാക്ടേഴ്സ്. അത് ബേസിക് മീനിങ് ആണ് ആദ്യം എഴുതിയേക്കുന്നത്. നമ്മൾ മൂവ്മെന്റിന്റെ മീനിങ് എന്താ പഠിച്ചത്? ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത് പ്രൈസിൽ ചേഞ്ച് വന്നത് കൊണ്ടാണ്. അപ്പൊ അതാണ് ആ മൂവ്മെന്റിന്റെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതിയത്. ഷിഫ്റ്റിന്റെ മീനിങ് എന്താ പഠിച്ചത്? ഡിമാൻഡിൽ ചേഞ്ച് വന്നേക്കുന്നത് പ്രൈസ് മാറിയത് കൊണ്ടല്ല, വേറെ ഏതെങ്കിലും ഒരു ഫാക്ടർ മാറിയത് കൊണ്ട് നമുക്ക് അതിൽ ചേഞ്ച് വന്നു. അതാണ് ഷിഫ്റ്റിന്റെ മീനിങ് ആയിട്ട് പഠിച്ചത്. ദെൻ സെക്കൻഡ് ഡിഫറൻസ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. മൂവ്മെന്റിന്റെ വേറൊരു പേരാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഷിഫ്റ്റിന്റെ വേറൊരു പേരാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഓക്കെ, അത് ജസ്റ്റ് അതിന്റെ പേര്, രണ്ട് പേരുകൾ പഠിച്ചു വെക്കാം. ദെൻ ഇറ്റ് മേ ബി അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. നമ്മൾ മൂവ്മെന്റ് എങ്ങനെ പഠിച്ച സെയിം ഡിമാൻഡ് കർവില് അപ്വേർഡ് മൂവ്മെന്റും ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ് നമ്മൾ പഠിച്ചത്. താഴത്തോട്ടും പോയി, എ എന്നുള്ളത് C ആയിട്ട് കുറഞ്ഞു, അതുപോലെ A എന്നുള്ളത് B ആയിട്ട്
കൂടും ചെയ്തു. അതേസമയം ഷിഫ്റ്റിലെ റൈറ്റ് വേർഡ് ആൻഡ് ലെഫ്റ്റ് വേർഡ് മൂവ്മെന്റ് ആണ് ഉണ്ടായത്. ഒന്ന് മുകളിലേക്ക് പോയി ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടിയപ്പോൾ നമ്മുടെ ഡി ഡിമാൻഡ് കർവ് എന്നുള്ളത് D2 ആയിട്ട് കൂടി, കുറഞ്ഞപ്പോൾ D1 ആയിട്ട് കുറഞ്ഞപ്പോൾ അത് റൈറ്റ് വേർഡും ലെഫ്റ്റ് വേർഡും മൂവ്മെന്റ് ആണ് ഷിഫ്റ്റിൽ ഉണ്ടാവുക. അതേസമയം മൂവ്മെന്റിലെ അപ്വേർഡും ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ് ഉണ്ടാവുക. The next difference is it is also always along the same demand curve. In a shift, new demand curve is drawn. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മൂവ്മെന്റിൽ നമ്മൾ ഒരേ ഡിമാൻഡ് കർവിൽ തന്നെ മുകളിലോട്ടും താഴത്തോട്ടും പോവാണ് ഉണ്ടായത്. നമ്മൾ ആകെ ആ മൂവ്മെന്റിന്റെ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ആകെ ഒരു ഡിമാൻഡ് കർവ് ഉള്ളു. ആ ഒരു ഡിമാൻഡ് കർവിൽ തന്നെ താഴത്തേക്കും പോയി മുകളിലേക്കും പോയി. എക്സ്റ്റൻഷൻ ആയപ്പോൾ താഴത്തേക്ക് പോയി, കോൺട്രാക്ഷൻ ആയപ്പോൾ മുകളിലേക്ക് പോവാണ് ഉണ്ടായത്. അതേസമയം ഷിഫ്റ്റിൽ എന്താ ഉണ്ടാവുന്നത്, നമുക്ക് പുതിയ 2 എക്സ്ട്രാ ഡിമാൻഡ് കർവുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആദ്യം ഒറിജിനൽ ഡിമാൻഡ് കർവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇൻക്രീസിംഗ് ഡിമാൻഡ് ആയപ്പോൾ D2 എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഡിമാൻഡ് കർവ് വന്നു. ഡിക്രീസിംഗ് ഡിമാൻഡ് വന്നപ്പോൾ D1 എന്ന് പറഞ്ഞിട്ട് വേറൊരു പുതിയൊരു ഡിമാൻഡ് കർവും വന്നു. അപ്പൊ നമുക്ക് ഷിഫ്റ്റിംഗ് ഡിമാൻഡ് ആണെങ്കിൽ നമുക്ക് 2 ഡിമാൻഡ് കർവുകൾ വരും. അല്ലെങ്കിൽ മറ്റേതിലെ മൂവ്മെന്റിൽ നമുക്ക് ആകെ ഒരു ഡിമാൻഡ് കർവിൽ തന്നെ പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും ചെയ്യും. അപ്പൊ ഇത്രയ്ക്ക് ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ടും വരുന്നത്. ജസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. അപ്പൊ മാർക്കിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ അതിന് മീനിങ് ഒക്കെ എഴുതി ഇതുപോലെ ഒരു ടേബിളും കൂടി എഴുതി നമുക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് കമ്പാരിസൺ. ഇനി നമുക്കൊരു ചെറിയൊരു അടുത്തൊരു മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കണം. ജസ്റ്റ് അതിന് ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്നും പറയാനുള്ള, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് പഠിച്ച പോയിന്റ്സ് അത് റിലേറ്റ് ചെയ്ത് പഠിക്കുക. അത് രണ്ടും ഒപ്പം പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. മൂവ്മെന്റും ഷിഫ്റ്റും ചെറിയൊരു വ്യത്യാസമുള്ള. മൂവ്മെന്റിലെ പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഡിമാൻഡ് ചേഞ്ച് ചെയ്തു. ഷിഫ്റ്റില് പ്രൈസ് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ഫാക്ടർ ചേഞ്ച് ചെയ്തതുകൊണ്ട് ഡിമാൻഡ് ചേഞ്ച് ചെയ്തു. അത് രണ്ടും റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ കിടക്കാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും പലതവണയും പല ഏരിയയിൽ നിന്നും ഇതിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. The law of demand tells only the direction of change in demand. നമ്മൾ law of demand എന്താ പഠിച്ചത്, പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും കുറയും എന്ന് മാത്രം പഠിച്ചുള്ളൂ. അതിന്റെ ഡയറക്ഷൻ ഒന്നല്ലെങ്കിൽ കൂടുന്നു അല്ലെങ്കിൽ കുറയണു. ഇറ്റ് ഡസ് നോട്ട് ടെൽ ദ റേറ്റ് അറ്റ് വിച്ച് ചേഞ്ച് ടേക്ക് പ്ലേസ്. ഒരിക്കലും ലോ ഓഫ് ഡിമാൻഡിലെ ഇത്ര പെർസെന്റേജ് കൂടി, 10% പ്രൈസ് കുറഞ്ഞപ്പോൾ ഇത്ര പെർസെന്റേജ് ഡിമാൻഡ് കൂടി, അല്ലെങ്കിൽ 10% പ്രൈസ് കൂടിയപ്പോ ഇത്ര പെർസെന്റേജ് ഡിമാൻഡ് കുറഞ്ഞു, അങ്ങനെ റേറ്റ് വെച്ചിട്ട് ഏത് പറയുന്നില്ല, ലോ ഓഫ് ഡിമാൻഡ് പറയുന്നില്ല. ഒന്നില്ലെങ്കിൽ കൂടി എന്ന് പറഞ്ഞു, പ്രൈസ് കൂടിയത് കൊണ്ട് ഡിമാൻഡ് കുറഞ്ഞു അങ്ങനെ പറയുന്നുള്ളൂ, അല്ലാണ്ട് റേറ്റ് വെച്ചിട്ട് പറയുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ടെൽ ദ റേറ്റ് അറ്റ് വിച്ച് ചേഞ്ച് ടേക്ക് പ്ലേസ്. ദി കൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് demand has been introduced by Marshall to measure the change in demand. അങ്ങനെ ആ ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം നമുക്ക് ഫുൾ ആയിട്ട് അങ്ങോട്ട് ആ ചേഞ്ചിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ, ക്വാണ്ടിഫൈ ചെയ്തിട്ട് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് മാർഷൽ ഡെവലപ്പ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദി ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. In physics, elasticity means the expansion and contraction of an object as force is applied and released. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്റ്റിസിറ്റി മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മുടെ റബ്ബർ ബാൻഡ് ആണ്. റബ്ബർ ബാൻഡ് എന്താ ഉണ്ടാവുക, രണ്ടറ്റത്തും പിടിച്ചിട്ട് വലിച്ചാൽ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യും, വിട്ടാൽ അത് വീണ്ടും പണ്ടത്തെ സ്ഥിതിയിലേക്ക് എത്തും. അതാണ് ഫിസിക്സിലെ ഇലാസ്റ്റിസിറ്റി മെയിൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി മീൻസ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് എൻ ഒബ്ജെക്ട് ആസ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ആൻഡ് റിലീസ്. നമ്മൾ റബ്ബർ ബാൻഡിന് രണ്ടറ്റവും അതിങ്ങനെ പിടിച്ചിരുന്നാൽ അത് വലുതാവില്ല. ആ രണ്ട് സൈഡിലും നമ്മൾ പ്രഷർ കൊടുത്ത് നീട്ടി വലിച്ചാലാണ് അത് രണ്ട് സൈഡിലേക്കും അതിന്റെ നീണ്ടിട്ട് അതിന് ലെങ്ത് കൂടും. ദെൻ അത് നമ്മുടെ പ്രഷർ റിലീസ് ചെയ്താൽ അത് പണ്ടത്തെ പൊസിഷനിലേക്ക് തന്നെ വന്ന് എത്തും. അതാണ് ഫിസിക്സിലെ ഇലാസ്റ്റിസിറ്റിയുടെ മീനിങ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് എക്കണോമിക്സിലത്തെ മീനിങ് ആണ്. ഇൻ എക്കണോമിക്സ് ഇറ്റ് മീൻസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വൺ വാരിയബിൾ ഇൻ റെസ്പോൺസ് ടു ദ ചേഞ്ച് ഇൻ അനദർ വാരിയബിൾ. Okay, it means the rate of change in one variable in response to change in another variable. ഒരു വാരിയബിളിൽ ചേഞ്ച് വന്നതുകൊണ്ട് മറ്റ് വാരിയബിളിൽ എത്ര റേറ്റ് വെച്ചിട്ട് ചേഞ്ച് ഉണ്ടായി, അതിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വൺ വാരിയബിൾ, ഒരു വാരിയബിളിൽ ചേഞ്ച് വന്നു, അതിന്റെ റേറ്റ്,
അതിന് കാരണമായത് എന്താണ്? ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ അനദർ വാരിയബിൾ. വേറൊരു ഫാക്ടർ അല്ലേ? ഇപ്പൊ പ്രൈസിൽ ചേഞ്ച് വന്നത് കൊണ്ടാണ് ഡിമാൻഡിൽ ചേഞ്ച് വന്നത്. അപ്പൊ ഡിമാൻഡിൽ ചേഞ്ച് വന്നതിന്റെ റേറ്റിന് കാരണമായിട്ട് എത്ര റേറ്റ് ആണ് പ്രൈസിൽ ചേഞ്ച് വന്നത്. അങ്ങനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തിട്ട് മെഷർമെന്റ് നടത്തുന്നതിന് വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ ചേഞ്ച് വന്നത് കൊണ്ട് ഡിമാൻഡിൽ എത്ര റേറ്റ് ചേഞ്ച് വന്നു, അതിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇത് സിമ്പിൾ മീനിങ് ആണ്. അതിന്റെ ഡെഫിനേഷൻ ഒക്കെ നമുക്ക് നാളെ ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ തൽക്കാലം ഇലാസ്റ്റിസിറ്റിയുടെ സിമ്പിൾ മീനിങ് പഠിക്കുക. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വൺ വാരിയബിൾ. ഒരു വാരിയബിളിൽ ചേഞ്ച് വന്നു. ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ അനദർ വാരിയബിൾ. വേറൊരു വാരിയബിളില് ചേഞ്ച് വന്നതുകൊണ്ട് ഒരു വാരിയബിളിൽ ചേഞ്ച് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ ചേഞ്ച് വന്നതുകൊണ്ട് ഡിമാൻഡിൽ എത്ര റേറ്റ് വെച്ചിട്ട് ചേഞ്ച് ഉണ്ടായി, അതിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ്. നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എത്രയാണോ ചേഞ്ച് വന്നത് അതിന്റെ റേറ്റ് വെച്ച് നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുമ്പോൾ നമുക്ക് കൂടി കുറഞ്ഞു അത് മാത്രമേ കിട്ടുള്ളൂ, റേറ്റ് കൃത്യമായിട്ട് കിട്ടില്ല. പക്ഷെ ഇതിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ പഠിക്കുമ്പോൾ എത്ര റേറ്റ് വെച്ച് കൂടി എത്ര റേറ്റ് വെച്ച് കുറഞ്ഞു നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ.